ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ വീണ്ടും വന്നിട്ടാ. ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ട് വന്നിട്ടാ വന്നിന്. അപ്പം ഒന്ന് നമ്മൾ ഒന്ന് ടൂർ പോയിട്ടുണ്ടായിന് കേട്ടാ. ഊട്ടിയിലേക്കാണ് പോയിട്ടുണ്ടായിന്. അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാൻ ചേട്ടാ. അപ്പോൾ നമ്മിങ്ങനെ രാത്രിയാണ് കേട്ടോ പോകുന്നുണ്ടായിന്. രാത്രി ഒരു 7 മണി 8 മണി ആ ടൈം ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. രാത്രി ഇറങ്ങിയാൽ രാവിലെ ഏകദേശം ഒരു 3 മണി അങ്ങനെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് കീനതാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 2 വണ്ടിയായിട്ടാണ് കേട്ടോ പോകുന്നത്, 2 കാറായിട്ട്. അപ്പം ഇതാ ഞാനിങ്ങനെ യാത്ര ചെയ്തിട്ട് ഇങ്ങനെ കാലെല്ലാം മുമ്പിൽ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. കാല് കുത്ത വെച്ചിട്ട് ഭയങ്കര കടച്ചിലുണ്ടായിന്. അപ്പോൾ ഇങ്ങനെ കാല് ഇങ്ങനെ നീട്ടിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന് കേട്ടോ മുമ്പിൽ ഇരുന്നിട്ട്. അപ്പം ഇങ്ങനെ നല്ല രസമുണ്ടായിന് കേട്ടോ. 2 വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പം നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തിയും ഫുഡെല്ലാം നമ്മൾ വൈക്കുന്ന തന്നെയാണ് കഴിച്ചത്. പുരയിന്നൊന്നും കഴിക്കാൻ നിന്നിട്ടാട്ടോ. ഊട്ടി മൈസൂർ അങ്ങനെ പിടിക്കാമെന്നാട്ടാന്ന് വിചാരിച്ച് 2 ദിവസത്തെ ട്രിപ്പായിട്ട് അങ്ങനെയെല്ലാം കണക്കൂട്ടി പോയതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായല്ലേ എന്നെ കാണാത്തത്. ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. കുറേ നാൾ ഭയങ്കര മടിച്ച് ഇങ്ങനെ നിന്നിട്ട് ഇപ്പം ആ മടിയൊക്കെ പോയിട്ട് വീണ്ടും ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുണ്ടല്ലോ, നമ്മൾ ഏടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേപോലത്തെ അവസ്ഥയാണ് കേട്ടോ. നമ്മൾ വയനാട് ചുരത്തിൽ അങ്ങനെ പെട്ട് കടന്നിന് കേട്ടോ. അപ്പോൾ രാത്രി നല്ല പണി കിട്ടിയിട്ടുണ്ടായിന്. ഏകദേശം ഒരു 2-3 മണിക്കൂർ വയനാട് ചുരത്തിൽ അങ്ങനെ കടന്നിട്ടുണ്ടായിന് കേട്ടോ. ആടെ ഇങ്ങനെ നിർത്തിയിട്ട് നിറയെ വണ്ടികളും എല്ലാം ഉണ്ട്. അപ്പം മുമ്പ് ചുരത്തുനിന്ന് ഒരു ലോറിയാണ് അതിങ്ങനെ കീയുമ്പം അങ്ങനെ നിയന്ത്രണം വിട്ടിട്ട് ഇതിനോ കൊണ്ടുപോയിട്ട് അടിച്ചെന്നല്ല എന്നിട്ടാ താഴെന്ന് പറയുന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ചുരത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തോ ആ വണ്ടി വലിച്ചെടുക്കുന്ന ഐറ്റമില്ലേ, അത് വരണത്രേ. അത് വരാനിങ്ങനെ പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിക്കൊണ്ട് ഇതാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്ന് കുറച്ച് സമയം പുറത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. നല്ലോണം വർത്താനെല്ലാം പറഞ്ഞ് ചിരിക്കുകയും കളിക്കുകയെല്ലാം ചെയ്ത് മടി പിടിച്ച് വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിന്. അപ്പോൾ അന്നേരേ മൂടെല്ലാം പോയിന് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഏടെ നമ്മൾ പരിപാടി അവതരിപ്പിച്ചാൽ ഇതേ അവസ്ഥയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഏകദേശം നമ്മൾ ഊട്ടിയിലെത്താനായി കേട്ടോ. രാവിലെയാണ് കേട്ടോ, പുലർച്ചെയാണ് എത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേ ചുരത്തിൽ പെട്ടതുകൊണ്ട് നമ്മളെ പ്ലാനിങ് മൊത്തം ഒന്ന് തെറ്റിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി പോയിട്ട് ഫ്രഷ് ആവണം, ഉറങ്ങണം. അപ്പോൾ അതെല്ലാം ഉണ്ട്. പിന്നെയും കണ്ടില്ലേ, ഇതാ നല്ല മഴയും ഉണ്ട് കേട്ടോ. ആ മഴ കാണുമ്പോൾ തന്നെ എൻ്റെ മൂടൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിന്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേ അവസ്ഥയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കും കേട്ടോ. അത്രക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിന്. പിന്നെയെന്ന് വെച്ചാൽ അടിപൊളി കാഴ്ച ഉണ്ടായിന് കേട്ടോ. നല്ല വ്യൂ ഉണ്ടായിന്. ആ വ്യൂ എല്ലാം ഇങ്ങനെ കണ്ട് മഴയത്ത് എന്നാക്കൽ കുട വരെ എടുത്തിട്ടില്ല ആ അവസ്ഥയിലാണ് കേട്ടുണ്ടായി. പിന്നെയെന്ന് വെച്ചാൽ മൊത്തത്തിലായിട്ട് കൈവിട്ട് പോയത് എന്താ വെച്ചാൽ നമ്മൾ പുതപ്പെടുക്കാൻ മറന്നുപോയി കേട്ടോ. നല്ല സ്ഥലത്ത് വരുമ്പോൾ തന്നെ നമ്മൾ പുതപ്പെടുക്കാൻ മറന്നിട്ടുണ്ടായി കേട്ടോ. നമ്മൾ ഇപ്പം രാത്രിയെല്ലാം പയ്യന്നൂർ അങ്ങനെയെല്ലാം പോകുമ്പോൾ ഉണ്ടല്ല, മക്കൾ എങ്ങനെയായാലും പുതപ്പെടുക്കും കേട്ടോ. വണ്ടിയിൽ പുതച്ച് കിടന്ന് ഉറങ്ങാനെല്ലാം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവരിങ്ങനെ വണ്ടിയിൽ അടുത്തടങ്ങി പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർ പുതപ്പെടുക്കും. ഇതിപ്പം കണ്ടില്ലേ, ദൂരെ ഇങ്ങനെ തണുപ്പുള്ള സ്ഥലത്താണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് വരെ പുതപ്പെടുത്തിയിട്ട് അതന്നെ പറയുന്നത്. ഏടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പം ഒരു ഡാമിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നമ്മൾ പോകുന്നതാണ് കേട്ടോ. സംഭവം അടിപൊളി വ്യൂ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പുറത്ത് നല്ല കാഴ്ചയെല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് മഴയായാലും എന്താ നല്ല കാഴ്ചയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഡാം ഇങ്ങനെ നമ്മൾ ആ മഴയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇറങ്ങിയൊന്നും ചെയ്തിട്ട് അപ്പം കുറച്ച് നല്ല ടയേർഡും എല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇറങ്ങാനൊന്നും കയ്യിലാണിട്ട് ദൂരത്ത് തന്നെ ഇങ്ങനെ ഈ ഡാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മോനൊന്നും ഉറങ്ങിയിട്ടേ ഉണ്ടായിട്ട് കേട്ടോ. എൻ്റെ ചെറിയ മോന് ഓനോട് ഉറങ്ങാൻ പറഞ്ഞപ്പോൾ ഓൻ ഉറങ്ങിയിട്ടുമില്ല കേട്ടോ.
അപ്പോൾ ഓനിങ്ങനെ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് വരുമ്പോൾ വല്ലാത്തൊരു വിഷമം കേട്ടോ പുതപ്പെടുക്കായിട്ട്. അപ്പോൾ ആർക്കും അങ്ങനത്തെ ചിന്തയെ ഉണ്ടായിട്ട് കേട്ടോ പുതപ്പെടുക്കേണ്ട, ബാക്കിയെല്ലാം സെറ്റ് ചെയ്തല്ലാണ്ട് ഈ പുതപ്പെടുക്കേണ്ട ചിന്ത ആർക്കും ഉണ്ടായിട്ട് കേട്ടോ. അപ്പം ഓരോരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പുതപ്പെടുത്തിട്ട നിനക്ക് ഓർമ്മിപ്പിച്ചൂടെ, നീ എടുത്തൂടെ, പിന്നെ നിനക്ക് എടുത്തൂടെ എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞ് ആരും എടുത്തിട്ടല്ല. അപ്പം ആ ഒരു വിഷമം നല്ലതുപോലെ ഉണ്ടായിന് കേട്ടോ. ഈ തണുപ്പ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ തണുപ്പെല്ലാം അറിയുന്നത്. അപ്പം ഊട്ടിയിൽ പ്രത്യേകിച്ച് തണുപ്പാണെന്ന് അറിയില്ല. എന്നിട്ടും നമ്മൾ ആ പുതപ്പെടുക്കാതെ വന്നത് ഭയങ്കര വിട്ടിത്തരമായി പോയില്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ലോണം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആനനെ കാണുന്ന കുറച്ച് ഇങ്ങനെ അങ്ങനെ ഫോറസ്റ്റിലെല്ലാം പോകുമ്പോൾ രാത്രി ആനനെ അങ്ങനെ കാണുന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായി. നമ്മൾ മുമ്പ് മൈസൂർ പോകുമ്പോൾ ഫോറസ്റ്റിൽ നിന്ന് ഇഷ്ടം പോലെ ആനനെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മോനിക്ക് കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഉറക്കൊഴിച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും കണ്ടിട്ട കേട്ടോ, ആനനെയും കണ്ടിട്ട ഒന്നിനെയും കണ്ടിട്ട. അപ്പോൾ ഇങ്ങനെ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഒരാനയെങ്കിലും ഇങ്ങനെ മുമ്പിൽ വന്ന് പെട്ടെങ്കിൽ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വന്നിട്ട. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് നമ്മൾ ഏടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേ അവസ്ഥയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, സംഭവം അടിപൊളി വ്യൂ അല്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ട് തണുത്ത് വിറച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. പോയിട്ട് ജാക്കറ്റ് വാങ്ങിക്കണം. അവിടുന്ന് ഊട്ടിയിൽ നിന്ന് വില കുറവായതുകൊണ്ട് നമ്മൾ അവിടുന്ന് പിന്നെ ഞാനൊരു ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി എല്ലാവർക്കും അവിടുന്ന് വാങ്ങിക്കാന്നില്ല ഒരു ഇല്ലാന്നിട്ട് പോയിന്. അവിടെ ജാക്കറ്റിനെല്ലാം നല്ല വില കുറവുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ രാവിലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചായ എല്ലാം കുടിക്കണത്ര അടുത്ത് റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വേണം ഒന്ന് ചായ കുടിക്കാൻ. അപ്പം റൂമിൻ്റെ ലൊക്കേഷനും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പം ഈ മഴ കാരണം ഒരു വലിയൊരു മൂഡില്ല കേട്ടോ. ഈ മഴ വണ്ടിയിലിരിക്കാനല്ല, നമുക്കിപ്പോൾ പിന്നെ പുറത്ത് ഫ്രഷ് ആയിട്ടെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ ഈ മഴ കൊള്ളണ്ടേ അങ്ങനെയില്ല. ഊട്ടിയിൽ നല്ല മഴയാണ് കേട്ടോ. അപ്പം അത് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ മോനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, കണുത്തുന്ന് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം കണുത്തുന്ന് എന്ന് പറഞ്ഞാൽ തണുക്കുന്നു എന്നാണ് കേട്ടോ. ഓനിങ്ങനെ തണുക്കുന്നതിനെ കണുത്തുന്ന് എന്നാണ് കേട്ടോ പറയൽ. അപ്പം ഓന് ഉറങ്ങിയിട്ടേ ഉണ്ടായിട്ടാ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ ഇതാ സൈഡിലെല്ലാം കണ്ടാൽ നല്ല വ്യൂ ഊട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഊട്ടി കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഊട്ടിയിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ടായിന്. അപ്പോൾ മോനിക്ക് ഓരോരോ കാഴ്ച ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് ചെയ്യുന്നത്. അപ്പം മക്കളെല്ലാം എണീച്ചിട്ടുണ്ടായിന് കേട്ടോ. ആ ഡാമിൻ്റെ അടുക്കുന്ന എൻ്റെ ബാക്കി 2 മക്കളും എണീച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ സൈഡ് നല്ല കോടയുണ്ട് കേട്ടോ. മഴയായതുകൊണ്ട് പിന്നെ കോട കുറവാണെന്നാണ് കേട്ടോ പറഞ്ഞതിന്. പശുവിനെയും കാളനെയും പിന്നെ നമ്മളെ കാളയല്ല കേട്ടോ, കഴുതയില്ലേ, കഴുതയെ കുതിര അതിനെല്ലാം ഇങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി കേട്ടോ. അതെല്ലാം ഇങ്ങനെ കുതിരനെയും കഴുതനെയും പശുവിനെല്ലാം ഇങ്ങനെ അവർ ഇങ്ങനെ ഇളക്കി വിടുന്നതാണ് കേട്ടോ. ഇനി പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നതോ എന്നറിയില്ല കേട്ടോ. അപ്പം നമ്മൾ വരുന്ന റോഡ് മേലെല്ലാം ഇത് തന്നെയാണ് കേട്ടോ പശു. അപ്പോൾ കൂടുതൽ പിന്നെ കാണുന്നത് കഴുതയും കുതിരയാണ് കേട്ടോ. പശുവിനെ അത്ര കാണുന്നില്ല. കഴുതയും കുതിര നല്ലതുപോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചോളത്തിൻ്റെതും നല്ലതുപോലെ റോഡ് സൈഡിലെല്ലാം ഇങ്ങനെ വേസ്റ്റും അതെല്ലാം തിന്നാനും കഴിക്കാനാട്ടോ ഇത് ടൗണിലേക്ക് വരുന്നതും തോന്നും കേട്ടോ. അപ്പം ആനനെ കണ്ടിട്ടില്ലെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കഴുതനെയും കുതിരനെല്ലാം കണ്ട് എൻ്റെ ഇളയ മോന് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അവന് നല്ലതുപോലെ അതെല്ലാം കണ്ടിട്ട് കുറേ കാഴ്ച കണ്ടിട്ട് നല്ലതുപോലെ ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സന്തോഷവും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോന്ന് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരികയായിരുന്നു. ഉമ്മ അത് നോക്കിയെന്നെല്ലാം പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു തരികയായിരുന്നു. നല്ല മഴയും ഉണ്ട് കേട്ടോ. മഴത്തോനിങ്ങനെ കൈ നീട്ടിയിട്ട് കളിക്കുകയായിരുന്നു. ഗ്ലാസ് അടക്കാനേ വിടുന്നുണ്ടായിട്ടാ. നല്ല തണുപ്പുണ്ട് കേട്ടോ, സഹിക്കാൻ കഴിയാത്ത തണുപ്പുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് റൂമിലെത്തി ഫ്രഷായിട്ട് ചായ കുടിക്കാനും, രാത്രിയെ ഫുഡെല്ലാം കഴിച്ചതല്ലേ, ചായ കുടിക്കാനും എല്ലാത്തിനും ഒരു പിന്നെ ഇങ്ങനെ റൂമിലെത്താൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ മരം കണ്ട, ഈ മരം മൊത്തം ഉണ്ട് കേട്ടോ ഇവിടെയെല്ലാം. ആ താഴ് ഭാഗമെല്ലാം എന്തെല്ലോ കൃഷിയോന്ന് തോന്നും, എന്താ കൃഷി എന്നൊന്നും അറിയില്ല. ഈ മരം ഉണ്ടല്ലോ ഇങ്ങനെ കാണാൻ, ഈ തണുപ്പിന് കോട കെട്ടി കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.
ഏത് മരം എന്ത് മരം ഒന്നൊന്നും എനക്കറിയില്ല കേട്ടാ. അപ്പോൾ ഓൻ്റെ കൈ പിടിച്ച് നോക്കുന്നില്ല കേട്ടാ. നല്ല തണുപ്പുണ്ടായിന്. ഓന് ജാക്കറ്റോ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളുണ്ടായിട്ടാ. അപ്പം തുമ്പലും വന്നിട്ടുണ്ടായിന്. അത് ഇപ്പം ജാക്കറ്റ് അവിടെ പോയിട്ട് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ് കേട്ടാ. അപ്പോൾ എനിക്ക് പിന്നെ ഊട്ടിയിലെത്തുമ്പോൾ തന്നെ ജലദോഷവും എല്ലാം വന്നിട്ടുണ്ടായിന് കേട്ടാ. തുമ്പലും എന്നാലും എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടാ. എനിക്ക് തണുപ്പ് സഹിക്കാൻ കഴിഞ്ഞിട്ടാ. എന്നാലും എനിക്കങ്ങനെ വലിയ തണുപ്പ് ഇങ്ങനെ ഇങ്ങനെ കോടിയോ അങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടായിട്ടാ. അപ്പോൾ ഇതാ നമ്മൾ ലൊക്കേഷൻ നോക്കി ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ റൂമിലേക്ക് എത്തിന്. അപ്പം ആദ്യം അവർ അയച്ചു തന്ന ലൊക്കേഷനിൽ പോകുമ്പോഴത്തേക്ക് ഫുള്ളാടെ റോഡിൽ വെള്ളാന്നുണ്ടായിനി. അപ്പം വണ്ടിയൊന്നും അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ വേറെ ലൊക്കേഷന് അവരെ അയച്ചു തന്നട്ടാ. അതൊരു കുറുക്ക് വഴിയാണ് കേട്ടോ. നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിന് ആ വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അമ്മ ലാസ്റ്റ് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. റൂമിലെത്തിയപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. നിലത്ത് കാല് വരെ വെക്കാൻ കഴിയുന്നില്ല കേട്ടോ. ചെരുപ്പൂരിയിട്ട് അത്രക്കും തണുപ്പാണ്. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഒന്നും കാറ്റടിച്ചപ്പോൾ അങ്ങനെയൊന്നും അത്ര തണുപ്പ് നമ്മൾ പിന്നെ ഇതായിട്ടാ. പക്ഷേ റൂമിലെത്തിയപ്പോൾ ഉണ്ടല്ല AC പോലും തോറ്റു പോട്ടെ. അത്രക്കും തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലത്ത് കാല് വെക്കുമ്പോൾ ഉണ്ടല്ല ഐസിൽ കാല് വെക്കുന്നില്ലേ അതേ ഫീലാണ് കേട്ടോ. അപ്പം എനിക്ക് നിൽക്കാനേ കഴിയുന്നുണ്ടായിട്ടാ. എനിക്കല്ല ആർക്കും അങ്ങനെ നിൽക്കാനേ കഴിയുന്നുണ്ടായിട്ടാ. അപ്പം അളയമ്മ ഉമ്മാലം കുറേ സമയം പുതച്ച് കടന്നിട്ടുണ്ടായി കേട്ടാ. സഹിക്കാനേ കഴിയുന്നില്ല പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഈ പുതപ്പിൽ പുതച്ച് കടന്നിട്ടുണ്ടായിന്. അപ്പം പിന്നെ ഇതാ എൻ്റെ മക്കളും പിന്നെ എൻ്റെ ഇളയമ്മാൻ്റെ മോനും കൂടിയിട്ട് അവർ ഒരു റൂമിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 റൂമാണ് കേട്ടോ. ഒരു ബെഡിൽ 2 കട്ടിൽ ഒരു റൂമിൽ 2 കട്ടിൽ അങ്ങനെ ആയിട്ടാണ് കേട്ടോ. ഒരു റൂമിൽ ഒരു കട്ടിലേലും. അപ്പോൾ ഞാൻ കുറേ സമയം ചൂടുവെള്ളത്തിൽ കണക്ക് തണുപ്പ് സഹിക്കാനേ കഴിയുന്നുണ്ടായിട്ടാ. അപ്പം ഞാൻ എന്താക്കി ചൂടുവെള്ളം ഉണ്ടായിന്. ചൂടുവെള്ളത്തിൽ ബക്കറ്റിൽ കാല് മുക്കിയിട്ട് കുറേ സമയം നിന്നട്ടാ. അപ്പോൾ നല്ലതുപോലെ വായി കോടുന്നുണ്ടായിന് കേട്ടാ. അപ്പോൾ പുറത്തെല്ലാം നല്ല വ്യൂ ഉണ്ടായിന്. അടിപൊളി വ്യൂ ആണ്. അടുത്തടുത്തടുത്തടുത്ത് വീട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത്ര വലിയ വീടൊന്നുമല്ല, എന്നാലും അടുത്തടുത്തടുത്ത് വീട്. ഇവിടുത്തെ ആളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും തലയിൽ മുല്ലപ്പൂ ഉണ്ടാവും കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. മുല്ലപ്പൂവും പിന്നെന്താ ആ പൂവിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. മൊത്തം ടൗണിൽ ആ റോഡ് സൈഡിലെല്ലാം ഇങ്ങനെ നല്ലതുപോലെ പൂ വെക്കുന്നുണ്ടായിന് കേട്ടോ. അപ്പം പിന്നെ എനിക്ക് ആദ്യം വാങ്ങിക്കാൻ നല്ല ഫ്രഷ് പൂ ആദ്യം വാങ്ങിക്കാൻ നല്ലൊരു ഇതുണ്ടായിന് കേട്ടോ. പിന്നെ വിചാരിച്ചു എന്തിനാ വെറുതെ നമ്മൾ സ്കാർഫ് കുത്തുന്നതല്ല അതിൻ്റെ ഉള്ളിൽ മുല്ലപ്പൂവെല്ലാം എന്തിനാന്ന്. പിന്നെ തലയിൽ ചൂടാൻ അത് വലിയൊരു ഇഷ്ടമില്ല കേട്ടോ. പക്ഷെ കാണാനും അത് കൈമ പിടിക്കാനും അതിൻ്റെ മണം ഇതാക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രഷായിട്ട് കാണുമ്പോൾ ഏതും നമുക്കൊരു രസമല്ലേ. അപ്പം നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ടെല്ലാം പിന്നെ പുറത്തേക്ക് പോയതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിൽ. ആ തണുപ്പ് നമുക്ക് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടാ. അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്തായി പുറത്തേക്ക് കീനതാണ് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രാവിലത്തെ കത്തെല്ലാം അടക്കിയിട്ട് വേണം നമുക്ക് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കധികം ഇവിടെ നിൽക്കാൻ കഴിയില്ല. രാത്രി ഞാൻ ഇപ്പോൾ ഉണ്ടല്ലോ ഫുള്ള് ഇപ്പോൾ ഈ മല കണ്ട നല്ല രസമില്ല കാണാൻ. അടുത്തടുത്തടുത്ത് വീടായിട്ട് ഒരു മല പോലെയായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫുൾ കാഴ്ചകളാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഓരോരോ ആൾക്കാരെയും പിന്നെ അവർ അടുത്തടുത്തുള്ള വീടും അതെല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നല്ല ഹോട്ടലൊന്നും അങ്ങനെ വലിയൊരു നല്ലൊരു ഹോട്ടൽ ഇങ്ങനെ തപ്പി പിടിച്ച് പോകുന്നതാണ് നട്ടുണ്ടായി. ലാസ്റ്റ് ഇതാ ചോറ് റെഡി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടായിന് കേട്ടോ, തമിഴിലൊന്നുമല്ല. നമ്മൾ എന്താക്കി കയറിയിട്ടുണ്ടായിന് കേട്ടോ ആ ഹോട്ടലിൽ. അപ്പം നമ്മൾ രാവിലെ ചായ കുടിക്കുക, ചായ വേണ്ട ഏതായാലും ചോറ് തന്നെ കഴിക്കാൻ. ചോറിന് ആദ്യം കയറാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ചോറ് തന്നെ കഴിക്കാൻ വിചാരിച്ചേട്ടാ. അപ്പം പിന്നെ ഇവിടെ എല്ലാം ഉണ്ടല്ലോ ഫുഡിന് ഭയങ്കര റേറ്റാണ് കേട്ടോ. ഒരു പൊറോട്ടക്ക് 55 രൂപയാണ് കേട്ടോ ഇവിടെയെല്ലാം എടുക്കുന്നത്. ചായക്കും ഫുഡിനും എല്ലാത്തിനും ഭയങ്കര റേറ്റാണ് കേട്ടോ. അപ്പം പിന്നെ ചോറിനെല്ലാം നമ്മളെ ബിരിയാണി കഴിക്കുന്നതിനെക്കാട്ടിയും വലിയ റേറ്റാണ്. അതിൽ പൊരിച്ചോ ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും നല്ല റേറ്റാണ് കേട്ടോ.
അപ്പം പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും ചോറ് തന്നെ കേട്ടോ വെച്ചിന്. എൻ്റെ രണ്ട് മക്കളും ബിരിയാണിയാണ് കേട്ടോ വെച്ചിന്. അപ്പം നമുക്കായിരിക്കും ബിരിയാണി വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ചോറ് തന്നെ വെച്ച്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ചോറ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇക്കാൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിന് ഇന്ന ഹോട്ടലുണ്ട് നല്ല എവിടെയെല്ലാം പോകേണ്ട സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിന് കേട്ടോ. നമുക്കൊന്നും അറിയില്ലല്ലോ, ഇവിടുത്തെ അറിയാത്ത നാടും ഇതെല്ലാം. അപ്പോൾ അവർ ഓരോന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ, പറഞ്ഞു തരുന്നുണ്ടായിന് ഇതാന്ന് ഈടെ പോയാൽ നല്ലതാന്ന്. അങ്ങനെ ഓരോരോ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം പോയിട്ട് ഇതാ അങ്ങനെ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിന്. അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ട് കേട്ടോ, മക്കൾക്ക് കയറേണ്ട ട്രെയിനിൽ. രണ്ടാമത് പോയത് ഇതാ പിന്നെ ഇതാടെ ഇല്ല ഞാൻ കേട്ടോ. ആദ്യം പോയടുക്ക് ഇങ്ങനെ ഇതേപോലെ പൂക്കളും ഇതെല്ലാം ഉണ്ടായിന്. രണ്ടാമത് നമ്മൾ പോയത് വെച്ചാൽ ഗാർഡൻ ഇല്ലാന്ന് കേട്ടോ, വൃന്ദാവൻ ഗാർഡൻ ഇല്ലാന്ന് കേട്ടോ പോയിട്ടുണ്ടായിന്. അപ്പം കുറേ സ്ഥലങ്ങളിൽ പോകാൻ എന്നെല്ലാം ഭയങ്കര ആശയുണ്ടായിന് കേട്ടോ. പിന്നെ എനിക്ക് ഈ സൂയിസൈഡ് പോയിൻ്റില്ലേ അത് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോഴാന്ന് പറഞ്ഞത് അടുത്തേക്ക് ഇപ്പോൾ കയറ്റി വിടുന്നില്ല, അവിടെ ക്ലോസ് ആക്കിയിട്ടാന്നില്ല എന്ന് കേട്ടോ. അപ്പം അത് ഭയങ്കര ഒരു അത്ര കാണാൻ ആഗ്രഹിച്ചിട്ട് വന്ന സ്ഥലം നമുക്ക് കാണാതെ നിൽക്കുമ്പോൾ ഒരു ഇതല്ലേ. അപ്പം ഞാൻ ഇതൊന്നല്ല കേട്ടോ ചിന്തിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ജാക്കറ്റെല്ലാം മേടിച്ചിട്ടുണ്ടായിന്. ഇവിടെയെല്ലാം ജാക്കറ്റിന് വില കുറവുണ്ട്, ബാക്കിയെല്ലാം അങ്ങനെ എന്തെങ്കിലും ഒരു പർച്ചേസ് എല്ലാം ചെയ്യാൻ വിചാരിച്ചാൽ ഭയങ്കര റേറ്റാണ് കേട്ടോ, വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അപ്പം പിന്നെ എന്താ പറയുക, പിന്നെ ഫ്രൂട്ട്സിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതൽ റേറ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിനും തോന്നുന്നു കേട്ടോ, വെജിറ്റബിൾസിന് നല്ല റേറ്റ് ഉണ്ടോയെന്ന് തോന്നുന്നു. പിന്നെ വെച്ചാൽ പിന്നെ എന്താ പറയുക, ഞാൻ ജാക്കറ്റും എല്ലാം വാങ്ങിച്ചിട്ടും എനിക്ക് വലിയ തണുപ്പ് പോയിട്ടാട്ടാ. ഇവർക്കൊന്നും പിന്നെ വലിയ തണുപ്പുണ്ടായിട്ട് എന്നിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് പനി ഉണ്ടാവും ഉള്ളിൽ, അതായിരിക്കും ഇത്ര തണുപ്പ്. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടാട്ടാ. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലൊന്നും ഇവർക്കൊന്നും അങ്ങനെ തണുപ്പുണ്ടായിട്ട. എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു. എനിക്ക് ആ റൂമിലേക്ക് പോകണമെന്നേ ഇല്ല കേട്ടോ, അത്രക്കും തണുപ്പാണ് ആ റൂമിൽ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ആ റൂമിൽ പോയിട്ട് എന്തായിരിക്കും അവസ്ഥ. നേരെ വെളുപ്പിക്കണ്ടേ. ഞാൻ പറഞ്ഞു ഒരു ദിവസം അല്ലാണ്ട് രണ്ടാമത്തെ ദിവസം ഞാനിവിടെ തങ്ങൂല, നാളെ തന്നെ നമുക്ക് വിടാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് ഉണ്ടായിട്ടാ. അപ്പോൾ ഇങ്ങനെ ഗാർഡനിൽ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിന് കേട്ടോ ഈ വൃന്ദാവൻ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിന് കേട്ടോ, അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന ഇതുണ്ടായിന്. അപ്പോൾ കുറേ ഫാമിലി ഫോട്ടോ അങ്ങനെയെല്ലാം എടുത്തിട്ടുണ്ടായിന്. നല്ല റേറ്റ്, അത്യാവശ്യം റേറ്റ് തന്നെ ആയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ മക്കൾക്കെല്ലാം ഇതിങ്ങനെ കാണാൻ ഫുള്ള് ഗാർഡനിൽ കുറേ സ്ഥലമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ കുറേ അങ്ങോളം ഉണ്ട്, പക്ഷേ മടി കാരണം കുറച്ച് സ്ഥലങ്ങളിലേക്ക് കയറിയിട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്ന് ഒന്നാമത് നല്ല ടയേർഡായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടല്ല വയനാട് ചുരത്തിൽ കുടുങ്ങിയിട്ട് പിന്നെ നമുക്ക് അധികം റെസ്റ്റ് എടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല. പിന്നെ ആ തണുപ്പ് നമുക്കൊന്ന് എന്താ പറയുക, നമുക്കൊന്ന് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല കേട്ടോ. കുറച്ചൊരു ഇതായതല്ലാണ്ട് തണുപ്പൊന്നും വലിയ ഉൾക്കൊള്ളാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ആ മഴേൻ്റെ ഒരു മൂടില്ലായ്മയും അതൊക്കെ ഉണ്ടായിന്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിന്. അപ്പം ഇതാ ഓരോരോ സ്ഥലം ഇതെല്ലാം എന്ത് ഭംഗിയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് ചെടികൾ കൊണ്ട് ഓരോന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം കുറേ സ്ഥലത്ത് നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, അവർ കയറാൻ വിടുന്നില്ല. അപ്പം മക്കളെ അവിടെയെല്ലാം പോയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയും ഇതാക്കിയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെയൊന്നും ഒന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു, വലിയ ആളെ കയറുമ്പോൾ ഇതാക്കുമ്പോൾ എല്ലാം പറയുന്നുണ്ട് നോ എൻട്രി എന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം. അപ്പം പിന്നെ മീത്ത എന്തോ കാണാനുണ്ട് കേട്ടോ, ആൾക്കാരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മീത്തലേക്ക് കയറി നോക്കിയാന്ന് കേട്ടോ ചെയ്യുന്നത്. ഉമ്മുമ്മ വളയമ്മാവും പിന്നെ ആങ്ങളെയും അവരെല്ലാം അങ്ങോട്ടാന്ന് കേട്ടോ ഉള്ളത്. അവർക്കും വരാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറഞ്ഞു എന്നിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു ഇങ്ങോട്ട് ഇവിടെ നല്ല കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ചെടിയോട് ഉമ്മാക്ക് പ്രത്യേകിച്ച് ചെടിയോടെല്ലാം പിന്നെ എന്തെങ്കിലും ആക്കിയതെല്ലാം കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതാ കണ്ട ചെടിയോടെ എന്തെല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം താമരൻ്റെ ഇതൊന്നും തോന്നിട്ട് എനിക്ക് ശരിക്കും അറിയാണ്ട് പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ ചെടി കൊണ്ട് എന്തെല്ലാം ആക്കിയിട്ടുണ്ട് നോക്കി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഭംഗിയുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ മൈസൂർ പോകുന്നില്ല കേട്ടോ. മൈസൂർ പിന്നെ ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിന്, അതുകൊണ്ട് പിന്നെ പോലെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല മൈസൂർ പോകാൻ.
അപ്പം ഇതാ നമ്മ അതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിന് കേട്ടോ. റൂമിൽ നോക്കി അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്ത് ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോണിൽ എത്രയെന്ന് അറിയില്ല. അപ്പം ഞാൻ കുറേ സമയം പുറത്ത് തന്നെ ഇരുന്നിട്ടുണ്ടായിന് കേട്ടോ. നല്ല രസമുണ്ടായിന് കാണാൻ. ഇവിടെ പിന്നെ ഉണ്ടല്ല ഈ അടുക്കളയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിന് കേട്ടോ. സാധനങ്ങൾ വെച്ചാൽ പാത്രങ്ങൾ, ഐറ്റംസ്, ഒരു വീട് തന്നെയാണ് കേട്ടോ. ഗ്യാസ് സ്റ്റൗ എല്ലാം ഉണ്ടായിന്. അപ്പം നമ്മൾ ചായ എല്ലാം ഇടുന്ന് തന്നെ വെച്ച് കുടിച്ച കേട്ടോ. ചായപ്പൊടീൻ്റെ സ്ഥലത്ത് പോയിട്ട് ചായപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ചായ നമ്മൾ പലഹാരവും വാങ്ങിച്ചിട്ട് ഇടുന്ന് തന്നെ ആക്കി കുടിക്കുക എന്നിട്ട് ചെയ്തതിന്. ചായക്കെല്ലാം ഭയങ്കര റേറ്റാണ് കേട്ടോ. ഇങ്ങനെ വരുന്നുള്ളവർ ഫുഡ് ഐറ്റംസ് പിന്നെ അരി അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. അപ്പോൾ ഇതാ കണ്ടില്ല എന്ത് ഭംഗിയാന്ന് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് രാത്രി ഫുഡെല്ലാം കഴിക്കാൻ പോയി. ഫുഡെല്ലാം കഴിച്ചിതാ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ അപ്പോൾ അതുപോലെ മഴയുണ്ടായിന് കേട്ടോ. ഇന്നലത്തെ അത്രയും ഉണ്ടായിട്ടാണ് മഴ, എന്നാലും കുറച്ചെല്ലാം ഉണ്ടായിന്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഇറങ്ങാമെന്നില്ല ഒരു രീതിയിലാണ് കേട്ടോ. അതിന് പോകുന്ന സ്ഥലത്തെല്ലാം കുറേ കാഴ്ചകളുണ്ട്. അവിടെയെല്ലാം കാണാം നമുക്ക്. കുറേ ഞാൻ ഇതിൽ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടാട്ടോ. കുറേ എന്തെല്ലോ കാണാനെല്ലാം ഉണ്ടായിന്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാട്ടോ. ഇത് നോക്കിയ എത്ര അടുത്താന്നല്ല വീട്. ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പിന്നെ അടുത്തടുത്താകുമ്പോൾ അടുത്തുനിന്ന് കാണുമ്പോൾ അത്ര ഇതുണ്ടാവില്ല. ദൂരത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ട ആ കോടയും ആ വീടും അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് കേട്ടാ. നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിന്. നല്ല അടിപൊളി വ്യൂവിൻ്റെ അടുക്കുകയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ തീ കത്തിച്ചിട്ടെല്ലാം പിന്നെ നല്ല രസത്തിൽ നമുക്ക് നിൽക്കുകയെല്ലാം ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ അതൊന്നും നിന്നിട്ടാ. അപ്പോൾ ഈ സ്ഥലമെല്ലാം കണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചു പോയാന്നിട്ട് ചെയ്യുന്നു. തിരിച്ചു പോകുന്ന സ്ഥലത്ത് ഒരു കോട വന്നിറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അവിടെ നിന്നാലുണ്ടല്ലോ മൊത്തം ഫുള്ള് കോട കാണും. അപ്പം ഇത് ഫുള്ള് ഇതേപോലെ തന്നെയാണ് കേട്ടോ. ആടുന്ന് ഇതിന് അറ്റവും ഇല്ലാന്ന് തോന്നും. ആടുന്നും അങ്ങനെ ഇങ്ങനെ കയറലും കീയലാട്ടവും തോന്നും കേട്ടോ. അപ്പം ലാസ്റ്റ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ട നല്ല കോടയുണ്ട് കേട്ടോ. ഫോണിൽ എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല. അടിപൊളി കാഴ്ചകൾ ഇഷ്ടം പോലെ കാണാനില്ല സ്ഥലമാണ് കേട്ടോ ഈ ഊട്ടി. അപ്പം ഇങ്ങനെ കോട വന്നിറങ്ങുന്നതും ആ കോടയിൽ ആ തണുപ്പിൽ നമുക്ക് നിൽക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ. ഇപ്പോൾ തണുപ്പ് വലിയൊരു കുഴപ്പമില്ല. രണ്ടാമത്തെ ദിവസമായില്ലേ. ആ തണുപ്പെല്ലാം പിന്നെ കുറച്ച് ഒരു ഉൾക്കൊണ്ടല്ല. അപ്പോൾ അവിടെ നിന്ന് കീഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നുണ്ട്. ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ കീയും അവിടെ പിന്നെ കുറച്ച് മെല്ലെ വിട്ട് നമ്മൾ എല്ലാം ആസ്വദിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു സ്ഥലത്ത് മൊത്തം കോടയായിരുന്നു കേട്ടോ. വണ്ടിയിൽ ഒന്നും കാണുന്നുണ്ടായിട്ട് അങ്ങനത്തെ അവസ്ഥയിലാന്നിട്ടുണ്ടായി. ലാസ്റ്റ് നമ്മൾ അവിടെ കീനട്ടാ. അവിടെ കീഞ്ഞിട്ട് മൊത്തത്തിലായിട്ടൊന്ന് എടുത്തതാണ് കേട്ടോ. ഇതെല്ലാം ഫോണിൽ എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല. അത്രക്ക് കോടയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ തേയിലത്തോട്ടം നട്ടുണ്ടായിരുന്നു. മൊത്തത്തിലായിട്ട് തേയിലത്തോട്ടം. അപ്പം നമ്മൾ വേഗം വയനാട് എത്താമെന്നെല്ലാം വിചാരിച്ച് പിന്നെ ഇങ്ങനെ വൈക്ക് ഓരോരോ കാഴ്ചകൾ കണ്ട് അവിടെ കീഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വയനാട് ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ ആ ടൈമിൽ എത്തുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ല വൈക്ക് വലിയൊരു നാരങ്ങത്തോട്ടം കണ്ടിരുന്നു കേട്ടോ. ആടെയും നമുക്ക് കീഞ്ഞിട്ട് നാരങ്ങ കുറച്ച് പറിക്കുകയെല്ലാം ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വയനാട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വയനാട് ഒരു പാർക്കിലേക്ക് കയറാൻ കഴിഞ്ഞിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലെല്ലാം പോകണമെന്നുണ്ടായിന്. ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ 2 വട്ടം വയനാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയിട്ടുണ്ടായിട്ടാ. പറയാനും കിട്ടുന്നില്ല എന്താണെന്നല്ലേ. അപ്പം പറയാനറിയാത്ത ആൾ പറയണോ. അപ്പം ഇതിൽ എൻ്റെ മോൻ കയറിയിട്ടുണ്ടായിന് കേട്ടോ. വലിയ പേടിയൊന്നും ഉണ്ടായിട്ടാ. ചെറിയ മോൻ കയറിയിട്ടുണ്ടായിന്. എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിന്. ലാസ്റ്റ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് കേട്ടോ ഈ ഒരു സിപ്പ് ലൈനിൽ കയറണമെന്ന്. ഇതിൻ്റെ പേര് അതന്നെയൊന്നും അറിയില്ല. അപ്പം ഭയങ്കര എഗരായിന് കേട്ടോ. അപ്പം ഡാമിൻ്റെ മീത്തലേ ആണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാനും അളയമ്മാൻ്റെ മോനും ധൈര്യത്തിൽ പോയിട്ട്, എൻ്റെ ആങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം ഞാനും അളയമ്മാൻ്റെ മോനും ധൈര്യത്തിൽ കയറിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര പേടിയുണ്ടായിന്. എന്താ വെച്ചാൽ വെയിറ്റ് ഇല്ലല്ലേ, പിന്നെ എന്താന്ന് അവസ്ഥ അവരോട് ചോദിച്ചിരുന്നു. വെയിറ്റ് നോ പ്രോബ്ലം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നമ്മളെ ആടുന്ന് ഇതാക്കി വിട്ടതാണ് കേട്ടോ. നല്ല രസമുണ്ടായിന് കേട്ടോ. അപ്പോൾ ആ ഒരു ആഗ്രഹം തീർന്നിട്ടുണ്ടായിന്. പേടിയും ഉണ്ടായിന്, ആഗ്രഹവും ഉണ്ടായിന്. എന്തായാലും ധൈര്യത്തിൽ കീനതാണ്. ലാസ്റ്റ് ഈ ഒരു 3Dയിലും കൂടി കയറിയിട്ടുണ്ടായിന് കേട്ടോ.
നല്ല രസം ഉണ്ടായിന് കേട്ടോ. നമ്മൾ കുറേ ആൾ ഇരുന്നിട്ട് ആക്കുന്നതിനെക്കാട്ടി ഞാൻ മുമ്പൊക്കെ കയറിയിട്ട് കുറേ ആൾ ഇരുന്നിട്ടില്ലേ ഇല്ലാന്ന് കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടി നല്ല രസം ഉണ്ടായിന് കേട്ടോ, നല്ല ഫീൽ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാൻ വന്നേക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബൈ.